ഹായ് മുത്തുമണീസ്. അപ്പോൾ റമദാൻ 6 വീഡിയോ കേട്ടോ. അപ്പോൾ അന്നൊന്നും വീഡിയോ എഡിറ്റ് ചെയ്തിട്ടാണൊരു ടൈം കിട്ടാത്തത് കൊണ്ട് കേട്ടോ. പളിയന്മാർക്കൊക്കെ ഒരു നോമ്പ് തുറ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കേട്ടോ. ഞാനും എൻ്റെ ചെറിയ നാത്തൂനോടും കൂടിയിട്ട് നോമ്പ് തുറക്കാനുള്ള സ്നാക്സിനും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ റെഡിയാക്കി വെക്കാനുള്ള പരിപാടിയിലാട്ടോ. അപ്പോൾ അതിനുള്ള ഉള്ളിയും ഒക്കെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. സമൂസയും കട്ട്ലറ്റ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കട്ട്ലറ്റിക്കുള്ള ഉരുളക്കിഴങ്ങ് അവൾ പിഴുങ്ങാനായിട്ട് റെഡിയാക്കി എടുക്കുക കേട്ടോ. പിന്നെ അതിലേക്കുള്ള മസാലയും റെഡിയാക്കി ആദ്യം തന്നെ ഞങ്ങൾ കട്ട്ലറ്റ് റെഡിയാക്കി എടുക്കാൻ വിചാരിച്ചിട്ട് അതിലേക്കുള്ള മസാലകളും റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴേക്കും ഒക്കെ കടയിൽ പോയിട്ട് ചിക്കനും ബീഫൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ബീഫ് കട്ട്ലറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോഴേക്കും ബീഫ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കട്ട്ലറ്റ് ഉണ്ടാക്കാനുള്ള മസാല റെഡിയാക്കി എടുത്തിട്ടോ. അങ്ങനെ നാത്തൂനെ മസാല ഒക്കെ റെഡിയാക്കി തന്നു കേട്ടോ. അപ്പോൾ ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടോ. അപ്പോൾ സമൂസയും കൂടി ഉണ്ടാക്കി എടുക്കാണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള മസാല ഉണ്ടാക്കാനായിട്ട് അവൾ അതിന് തന്നു കേട്ടോ. അപ്പോഴേക്കും ഞാൻ കട്ട്ലേറ്റ് റെഡിയാക്കി എടുത്തു കേട്ടോ. പിന്നെ ബിരിയാണിക്ക് ബീഫ് ചില്ലി കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും അവൾ മസാല കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സമൂസയും റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലെ പണികളൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ അതൊക്കെ എടുത്തു. പിന്നെ വൈകുന്നേരം ആയിട്ടുള്ള കേട്ടോ ബാക്കി പണികളൊക്കെ നിങ്ങൾ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ ബീഫ് ചില്ലിയൊക്കെ പൊരിച്ചെടുക്കും കേട്ടോ. ഇപ്പോൾ സ്നാക്സൊക്കെ റെഡിയാക്കുമ്പോഴേക്കും നമ്മൾ നല്ല ബിരിയാണി ദമ്മിലൊക്കെ ഇട്ടുകൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ ബിരിയാണിയൊക്കെ ദമ്മിലാക്കിയ ശേഷം പത്തിരിയും ചുട്ടെടുത്തിട്ടോ. അതിലേക്ക് നല്ല വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറി റെഡിയാക്കിയിട്ടുള്ളത്. പിന്നെ നമ്മൾ മസാലക്കാരമൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ റെഡിയാക്കിയിട്ട് ബാങ്ക് എടുക്കാനായിട്ട് വീട്ടിൽ നോമ്പ് തുറക്കാനായിട്ടൊക്കെ ടേബിളിൽ വെച്ചിട്ട് സെറ്റാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്കും നോമ്പ് തുറക്കാതെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ബാങ്ക് കൊടുത്ത് ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു കേട്ടോ എല്ലാവരും ഇരുന്നിട്ട്. പിന്നെ ഞങ്ങൾ ചോറ് കഴിക്കാനായിട്ട് ബിരിയാണി ദമ്മൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങൾ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ടൈമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾക്കൊരു പുതിയൊരു ചാനലാണ്. നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ